മിനി സ്ക്രീനിലെ ചിരിതാരമായി മലയാളി പ്രേക്ഷകർക്ക് സുപരിചിതനായ നടൻ ഉല്ലാസ് പന്തളം നിലവിൽ കടുത്ത ആരോഗ്യ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ പലരും സമൂഹ മാധ്യമങ്ങളിൽ ക്രൂരമായ സൈബർ ആക്രമണത്തിന് ഇരയാക്കുകയാണ്. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് സംഭവിച്ച സ്ട്രോക്കിനെ തുടർന്ന് ശരീരത്തിന്റെ ഒരു വശം ഭാഗികമായി തളർന്ന ഉല്ലാസ് ഒരു കൈയും കാലും പരസഹായമില്ലാതെ ഉയർത്താൻ കഴിയാത്ത അവസ്ഥയിലാണ്. ഈ രോഗാവസ്ഥയിൽ അദ്ദേഹം പ്രത്യക്ഷപ്പെട്ട വീഡിയോ വൈറലായതോടെ പിന്തുണയും സഹതാപവും ലഭിക്കുന്നതോടൊപ്പം തന്നെ നടന്റെ മുൻകാല വ്യക്തി ജീവിതത്തിലെ ദുരന്തങ്ങളെയും വിവാദങ്ങളെയും കൂട്ടിക്കെട്ടുന്ന അതിക്രൂരമായ നെഗറ്റീവ് കമന്റുകളാണ് സൈബർ ലോകം അദ്ദേഹത്തിന് നേരെ എറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഉല്ലാസിന്റെ ആദ്യ ഭാര്യ ആശയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ടതാണ് ഇപ്പോൾ നടന്റെ ദുരിതത്തിന് സോഷ്യൽ മീഡിയ വിധി എഴുതുന്നത്. 2 വർഷം മുമ്പാണ് ഉല്ലാസിന്റെ ജീവിതത്തിൽ ദുരന്തം വീഴ്ത്തിയത്. ഭാര്യയെ കാണാനില്ലെന്ന് പറഞ്ഞ് ഉല്ലാസ് തന്നെയാണ് പോലീസിനെ വിളിച്ചത്. തുടർന്ന് പോലീസ് വീട്ടിലെത്തി നടത്തിയ പരിശോധനയിൽ വീടിന്റെ മുകളിലത്തെ നിലയിൽ ആശയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ഉല്ലാസ് വീട്ടിലുണ്ടായിരുന്ന സമയത്താണ് മരണം നടന്നതെന്നാണ് അദ്ദേഹം പോലീസിന് മൊഴി നൽകിയത്. പുതിയ വീട് വെച്ച് താമസം ആരംഭിച്ച് അധികം വൈകാതെയായിരുന്നു ആശയുടെ അപ്രതീക്ഷിത വിയോഗം. ഈ ദുരന്തത്തിന് ശേഷം 1 വർഷം കഴിഞ്ഞപ്പോൾ അരീക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യ ഉല്ലാസിന്റെ ജീവിത സഖിയായി എത്തിയത് വലിയ ചർച്ചയായിരുന്നു. ആ സമയത്തും നടന് നേരെ കടുത്ത സൈബർ ആക്രമണവും വിമർശനവും ഉയർന്നിരുന്നു. വ്യക്തിപരമായ ദുരന്തത്തിൽ നിന്ന് കയറി മുന്നോട്ട് ജീവിക്കാൻ ശ്രമിക്കുന്ന ഒരാൾക്ക് നേരെ സമൂഹം എത്രമാത്രം അസഹിഷ്ണുതയോടെയാണ് പ്രതികരിക്കുന്നത് എന്നതിന്റെ ഉദാഹരണമായിരുന്നു ആ വിവാദം. ദിവ്യയ്ക്കും മക്കൾക്കുമൊപ്പം സന്തോഷകരമായ കുടുംബജീവിതം നയിച്ചു വരുന്നതിനിടെയാണ് സ്ട്രോക്ക് എന്ന വില്ലൻ അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. ഉല്ലാസ് രോഗശയ്യയിൽ കിടക്കുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചതോടെ കമന്റ് ബോക്സുകൾ നിറയെ കടുത്ത വിദ്വേഷമാണ്. നടന്റെ ഇപ്പോഴത്തെ അവസ്ഥയെ ആദ്യ ഭാര്യയുടെ മരണവുമായി കൂട്ടിച്ചേർത്ത് കർമ്മ സിദ്ധാന്തം പ്രയോഗിക്കാനാണ് പലരും ശ്രമിക്കുന്നത്. ആ സ്ത്രീക്ക് വേണ്ടി ദൈവം പകരം ചോദിച്ചു. കർമ്മയാണ് എല്ലാത്തിനും കാരണം. ഇയാൾ കാരണം ആദ്യ ഭാര്യ ആത്മഹത്യ ചെയ്തു. കുറച്ച് ആഴ്ചകൾക്ക് ശേഷം വേറെ കെട്ടി. കാലം ഒന്നിനും പകരം ചോദിക്കാതെ കടന്നു പോകില്ല തുടങ്ങിയ കമന്റുകളാണ് വ്യാപകമായി പ്രചരിക്കുന്നത്. മാത്രമല്ല ഉല്ലാസ് പന്തളം സ്റ്റേജ് ഷോകളിലും മറ്റു തന്റെ ഹാസ്യത്തിന് വേണ്ടി പലരെയും കളിയാക്കുന്നതിനെയും ബോഡി ഷേമിംഗ് നടത്തുന്നതിനെയും വിമർശിച്ചുകൊണ്ടും കമന്റുകൾ വരുന്നുണ്ട്. ഒരുപാട് ആളുകളെ കളിയാക്കിയതും ബോഡി ഷേമിംഗ് നടത്തിയതും കുറെ ജീവിച്ചതല്ലേ എന്നിങ്ങനെയാണ് അത്തരത്തിലുള്ള കമന്റുകൾ. ഒരാളുടെ കലാരൂപത്തെയും വ്യക്തി ജീവിതത്തിലെ ദുരന്തത്തെയും കൂട്ടിക്കുഴച്ച് മറ്റൊരാളുടെ ജീവിതത്തിൽ ആനന്ദം കണ്ടെത്തുന്ന സൈബർ സമൂഹത്തിന്റെ ധാർമ്മിക അധിപതനമാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഒരു വ്യക്തിയുടെ ദുരന്തങ്ങളെ സമൂഹ കോടതിയിൽ വിചാരണ ചെയ്യുകയും ശിക്ഷ വിധിക്കുകയും ചെയ്യുന്ന ഈ പ്രവണത സൈബർ ഇടങ്ങളിലെ വിഷലിപ്തമായ അന്തരീക്ഷത്തെയാണ് സൂചിപ്പിക്കുന്നത്. നിയമപരമായോ ധാർമ്മികപരമായോ തെളിയിക്കപ്പെടാത്ത ആരോപണങ്ങളുടെ പേരിൽ ഒരു രോഗിയുടെ ദുരന്തത്തിൽ സന്തോഷം കണ്ടെത്തുന്നത് അങ്ങേയറ്റം ക്രൂരമാണ്. ഉല്ലാസ് പന്തളത്തിനൊപ്പമുള്ള വീഡിയോയിൽ പ്രത്യക്ഷപ്പെട്ട അവതാരക ലക്ഷ്മി നക്ഷത്രയെ പരിഹസിച്ചുകൊണ്ടുള്ള കമന്റുകളും ഇപ്പോൾ വ്യാപകമാണ്. സഹപ്രവർത്തകനോടുള്ള സൗഹൃദത്തിന്റെ പേരിലും മാനുഷിക പരിഗണനയുടെ പേരിലുമാണ് ലക്ഷ്മി വീഡിയോ ചെയ്തതെങ്കിൽ പോലും അതിനെയും യൂട്യൂബ് കണ്ടന്റ് നിർമ്മാണത്തിനുള്ള തരംതാണ മാർഗമായി സോഷ്യൽ മീഡിയ വിമർശിക്കുന്നു. ലക്ഷ്മിയുടെ ഈ മാസത്തെ EMIക്കുള്ള കണ്ടന്റ് ആണ് ഇത്. ഇതുപോലെയാണ് പണ്ട് സുധിയെ വിറ്റ് കാശുണ്ടാക്കിയത്. ദയവ് ചെയ്ത് ലക്ഷ്മി നക്ഷത്ര ഇതും വെച്ച് യൂട്യൂബ് റീച്ച് ഉണ്ടാക്കാൻ നോക്കല്ലേ എന്നിങ്ങനെയുള്ള കമന്റുകൾ ലക്ഷ്മി നക്ഷത്രയുടെ തൊഴിലിനോടും സഹായ മനസ്കതയോടുമുള്ള അനാദരവിനെയാണ് പ്രകടമാക്കുന്നത്. അടുത്തിടെ അന്തരിച്ച കൊല്ലം സുധിയുടെ ഭാര്യ രേണു സുധിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലും ലക്ഷ്മി ഇടപെട്ടിരുന്നു. ആ സൗഹൃദത്തെയും പിന്തുണയെയും ഈ സാഹചര്യവുമായി കൂട്ടിക്കെട്ടി പരേതരുടെ വിയോഗം റീച്ച് നേടാനുള്ള മാർഗമായി ചിത്രീകരിക്കുന്നത് സൈബർ ലോകത്തിന്റെ മനോവൈകല്യത്തെയാണ് തുറന്നു കാട്ടുന്നത്. ഉല്ലാസ് പന്തളം കടന്നു പോകുന്നത് അതീവ ദുരിതകരമായ അവസ്ഥയിലൂടെയാണ്. സ്ട്രോക്ക് വന്ന ഒരാൾക്ക് തുടർ ചികിത്സയ്ക്കും മാനസിക പിന്തുണയും അത്യന്താപേക്ഷിതമാണ്. ഈ ഘട്ടത്തിൽ ആദ്യ ഭാര്യയുടെ മരണത്തെക്കുറിച്ചുള്ള വ്യക്തിപരമായ ദുരന്തങ്ങൾ വലിച്ചഴിച്ച് മാനസികമായി തളർത്താൻ ശ്രമിക്കുന്നതും മനുഷ്യത്വരഹിതമാണ്. ഒരു നടന്റെ കലാരൂപത്തിലെ തമാശകളെയും വ്യക്തിജീവിതത്തിലെ തീരുമാനങ്ങളെയും വെച്ച് അദ്ദേഹത്തിന്റെ രോഗാവസ്ഥയെ അളക്കാൻ ശ്രമിക്കുന്നത് സമൂഹ മാധ്യമ സംസ്കാരത്തിന്റെ അധപതനത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഇത്തരം സൈബർ ആക്രമണങ്ങളെ നിയന്ത്രിക്കാൻ കൂടുതൽ ശക്തമായ നിയമ സംവിധാനങ്ങളും സോഷ്യൽ മീഡിയ ഉപഭോക്താക്കളുടെ ഭാഗത്തു നിന്ന് കൂടുതൽ പക്വതയും അനിവാര്യമാണ്.